നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്ന ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ പുതഞ്ഞുപോയതും തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഇത് തള്ളി മാറ്റുന്നതുമൊക്കെ അതിന്റെ ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നിരുന്നു. ഇതിപ്പോൾ ദേശീയ തലത്തിൽ വാർത്തയായി മാറിയിരിക്കുകയാണ്. പിന്നാലെ കേരളത്തിന് നേരെ വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് പല മാധ്യമങ്ങളിലും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുമാത്രമല്ല, പ്രമാടത്ത് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. PWD അവരുടെ പിഴവ് സംഭവിച്ച കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്ന സംഭവത്തിൽ യാതൊരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് DGP റവാഡ ചന്ദ്രശേഖർ പറയുന്നത്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള ഹെലിപാഡ് വളരെ വൈകിയാണ് തയ്യാറാക്കിയത്. ലാൻഡ് ചെയ്യാൻ നേരത്തെ തന്നെ ക്രമീകരണം ഉണ്ടാക്കിയിരുന്നു. ആ നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് 5 അടി മാറിയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. ഇത് സെറ്റാകാത്ത കോൺക്രീറ്റുള്ള ഭാഗത്തായി പോയി. ഇതോടെ ഹെലികോപ്റ്ററിന് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചില്ല. തുടർന്നാണ് അത് തള്ളി നേരത്തെ ലാൻഡ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന 4-5 അടി മാറിയുള്ള സ്ഥലത്തേക്ക് നീക്കിയത്. അല്ലാതെ ഹെലികോപ്റ്ററിനോ രാഷ്ട്രപതിയുടെ ലാൻഡിങ്ങിനോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. PWD ആണ് ഹെലിപാഡ് തയ്യാറാക്കി കോൺക്രീറ്റ് ചെയ്തത്. എയർഫോഴ്സ് ജീവനക്കാർ ചൂണ്ടിക്കാണിച്ച ഇടത്താണ് ഹെലിപാഡ് തയ്യാറാക്കിയതെന്ന് PWD അറിയിച്ചു. രാത്രി ഏറെ വൈകിയാണ് ഇവിടം കോൺക്രീറ്റ് ചെയ്തത്. ചെളിയും പൊടിപടലങ്ങളും ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങളാണ് ആവശ്യപ്പെട്ടതെന്നും എയർഫോഴ്സ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയതെന്നും PWD വ്യക്തമാക്കി. പ്രമാടത്ത് രാഷ്ട്രപതി വന്നിറങ്ങുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നും അതിന്റെ ടയറുകൾ പുതഞ്ഞുപോയത് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായതുകൊണ്ടാണെന്നും ഒരു സുരക്ഷാ വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നും മറ്റ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. എന്നാൽ ദേശീയ മാധ്യമങ്ങളിലൊക്കെ കേരളത്തെ പരിഹസിച്ചുകൊണ്ടുള്ള ചില വാർത്തകളൊക്കെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ചിലരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും നിറയുന്നത് കേരളത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെയാണ്. അതായത് ഒരു രാഷ്ട്രപതിയെ ഒന്ന് സ്വീകരിക്കാൻ പോലും കൃത്യമായ രീതിയിലുള്ള സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത കേരളമാണ് എല്ലാത്തിലും നമ്പർ 1 എന്ന് പറയുന്നത് എന്നൊക്കെയുള്ള തരത്തിലേക്ക് ആ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. രാഷ്ട്രപതിയെയും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്ന ഹെലികോപ്റ്റർ നിലയ്ക്കലിൽ ഇറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തീരുമാനം പെട്ടെന്ന് മാറ്റുകയായിരുന്നു. തുടർന്നാണ് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇതിറക്കുന്നത്. രാവിലെയോടെയായിരുന്നു പ്രമാടത്ത് ഹെലികോപ്റ്റർ വന്നിറങ്ങാനുള്ള ഹെലിപാഡ് നിർമ്മാണം പൂർത്തിയായത്. അതുകൊണ്ട് കോൺക്രീറ്റ് പ്രതലം ഉറച്ചിരുന്നില്ല. കോൺക്രീറ്റ് ഇട്ട് 12 മണിക്കൂർ തികയും മുൻപാണ് ഹെലികോപ്റ്റർ ഇറക്കിയത്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രിയങ്ക ഗാന്ധി MP തുടങ്ങിയവരുടെ ഹെലികോപ്റ്ററുകൾ പ്രമാടത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറങ്ങിയിരുന്നു. എന്നാൽ അത് വേനൽക്കാലമായതിനാൽ ഹെലിപാഡിൽ കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിലാണ് രാഷ്ട്രപതി പ്രമാടത്തെത്തിയത്. നിലയ്ക്കലിൽ നിന്നാണ് ഇനി തിരുവനന്തപുരത്തേക്ക് രാഷ്ട്രപതിയുടെ മടക്കയാത്ര. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി പ്രമാടത്തേക്ക് ഇനി വരുന്ന സാഹചര്യവുമില്ല. ഹെലികോപ്റ്റർ താഴ്ന്നത് രാഷ്ട്രപതി ഭവൻ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിനിടെയാണ് സുരക്ഷാ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് DGP വ്യക്തമാക്കിയതും. കേന്ദ്ര ഏജൻസികൾക്കും ഹെലിപാഡ് വിലയിരുത്തലിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമായിരിക്കുകയാണ്. എന്തായാലും ശബരിമല സന്നിധാനത്ത് ധർമ്മശാസ്താവിനെ ദർശിച്ച് വളരെ സന്തോഷവതിയായിട്ട് തന്നെയാണ് ദ്രൗപദി മുർമു മടങ്ങുന്നത്. 11:30 പമ്പയിലെത്തിയ രാഷ്ട്രപതിയും സംഘവും അവിടെ നിന്ന് കെട്ടുനിറച്ചാണ് മല കയറിയത്. അതിന്റെ എല്ലാ ദൃശ്യങ്ങളും കേരളം മുഴുവൻ കണ്ടതാണ്. ആചാരങ്ങളെല്ലാം അതേപോലെ തന്നെ പാലിച്ചായിരുന്നു ദ്രൗപദി മുർമുവിന്റെ യാത്ര. അതോടൊപ്പം രാഷ്ട്രപതിയോട് ഒപ്പമുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിച്ചു തന്നെ ആയിരുന്നു ഒപ്പം പോയത്. എങ്കിലും ചില കൗതുകകരമായ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ദ്രൗപദി മുർമുവിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കോട്ടും സൂട്ടും ടൈയും ഒക്കെ ഇട്ട് ഇരുമുടിക്കെട്ടുമായി പോകുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കൗതുകമുണ്ടാക്കുന്നതായിരുന്നു. അത് അവരുടെ സുരക്ഷയുടെ ഭാഗമാണ്. രാഷ്ട്രപതിക്ക് സുരക്ഷ ഒരുക്കേണ്ട ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് അവർക്ക് ആ ഒരു രീതിയിലേ മല കയറാൻ കഴിയുകയുള്ളൂ. എങ്കിലും പരമാവധി എല്ലാ രീതിയിലും ആചാരമെല്ലാം അനുഷ്ഠിച്ചു തന്നെയാണ് അവരും മല കയറിയിരിക്കുന്നത്. എന്തായാലും ദ്രൗപദി മുർമുവും ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥർ തലയിൽ ഇരുമുടി കെട്ടുമായി ശബരിമലയിൽ എത്തിയ കാഴ്ചയൊക്കെ കണ്ടു നിന്നവരിൽ വലിയ കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നതുമൊക്കെ പല വീഡിയോകളിലും കാണാം.
ഇനി മറ്റൊരു കാര്യമുള്ളത്, ദ്രൗപദി മുർമുവിനെ ചില ഹിന്ദു സംഘടനകൾ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അവർക്കതിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കൊള്ളയിൽ ദ്രൗപദി മുർമുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ചില ഹിന്ദു സംഘടനകൾ രാഷ്ട്രപതിയെ നേരിട്ട് കാണണം എന്നുള്ള ഒരു ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അതിനവർക്ക് സമയം അനുവദിച്ച് കിട്ടുമോ ഒക്കെയുള്ള കാര്യങ്ങൾ ഇനിയും വരും മണിക്കൂറുകളിൽ അറിയാം. എന്തായാലും തിരുവനന്തപുരത്തേക്ക് തന്നെ ദ്രൗപദി മുർമുവും സംഘവും തിരിച്ചെത്തുകയാണ്. രാഷ്ട്രപതിയുടെ യാത്രയിൽ ആകെ ഒരു കല്ലുകടിയായി ഉണ്ടായത് ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ പുതഞ്ഞു പോയതാണ്. അത് സുരക്ഷാ വീഴ്ചയല്ല എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും കേരളത്തെ അപമാനിക്കുന്ന തരത്തിലേക്കാണ് പലയിടത്തും വീഡിയോകളൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ കേരളത്തിലുള്ളവർ പോലും അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചില വീഡിയോകളൊക്കെ ചെയ്യുന്നത്. എന്നാൽ അതിൽ സംഭവിച്ചിരിക്കുന്നത് വീഴ്ചയല്ല എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ എന്തായാലും പുറത്തേക്ക് വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.